നമ്മളെ ഉപ്പള പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ ഡ്രോൺ ഷോട്ട് വീഡിയോനകത്ത് കാണുന്നത്. അപ്പം വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ നിങ്ങൾ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ പറയണമെന്ന്, നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ ഇടണം. പിന്നെ അതേപോലെ തന്നെ ഓരോ കാണുന്ന ആളുകൾ ഓരോ ലൈക്ക് ഇട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ അധികം വലിച്ചിട്ടില്ല, നേരെ വീഡിയോയിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ മഞ്ചേശ്വരം ദേശീയപാതയിലോട്ട് എത്താൻ പോണ്. 6 വരി പാത ഇവിടെയൊക്കെ കംപ്ലീറ്റ് ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ്, പിന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു, പെയിൻറ്റിങ് വർക്കും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ്. അപ്പോൾ കരോടയിലെ അണ്ടർ പാസേജാണ്. കരോടയിൽ ഒരു അണ്ടർ പാസേജാണ് നമ്മളിപ്പോൾ ക്ലോസ് ചെയ്തത്. അപ്പോൾ കരോട കഴിഞ്ഞ് മഞ്ചേശ്വരം ടൗണിലെത്തിയിരിക്കുകയാണ്. ഈ മഞ്ചേശ്വരം ടൗണിൽ നിന്ന് നമ്മൾ സർവീസ് റോഡിലേക്ക് കയറാണ്. ഇവിടെയൊക്കെ വർക്ക് പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ വർക്ക്, സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ സർവീസ് റോഡിലൊക്കെ അവസാനത്തെ ടാറിങ്ങിൻ്റെ കോട്ടിങ്ങും അവസാനത്തെ ലെയർ ടാറിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുട്പാത്തിൻ്റെ വളക്കെ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മഞ്ചേശ്വരം ടൗൺ കഴിഞ്ഞാൽ കുറച്ച് സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയപാത താഴ്ന്നിട്ടും. നമ്മളെ മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ 6 വരിയും പൂർത്തിയായി. വൺ സൈഡിൽ നമ്മളെ സർവീസ് റോഡ് ഉയർന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ വലിയ കുന്നായിട്ടുള്ള പ്രദേശമായിരുന്നു. അത് കംപ്ലീറ്റ് മണ്ണൊക്കെ എടുത്ത് എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തിയിട്ടാണ് ഈ ഒരു പുതിയ ദേശീയപാത കടന്നു വന്നത്. അപ്പോൾ ഇവിടെയും 6 വരി പൂർണ്ണമായും ടാറിങ് പൂർത്തിയായി. അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ അതേപോലെ തന്നെ നമ്മളെ ഫുട്പാത്തിൻ്റെ വർക്കും ഇവിടെ പൂർത്തിയായ കാഴ്ചയാണ്. മൊത്തത്തിൽ 6 വരിയും പൂർത്തിയായി. 6 വരിയും ദേശീയപാത എല്ലാം തുറന്നു കൊടുത്തൊരു കാഴ്ചയാണ്. ഊരാളുങ്കലിൻ്റെ വിസ്മയ കാഴ്ച. സിഗ്നലും ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഒസങ്കടി ടൗണല്ല ഒസങ്കടി എന്ന് പറഞ്ഞ പ്രദേശത്താണുള്ളത്. അപ്പം ഒസങ്കടിയിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ ഊറാളുങ്കൽ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ഥാപിച്ച് ശ്രദ്ധിച്ചുണ്ടോ? അപ്പോൾ നമ്മളെ ഈ ക്രാഷ് ബാരിയറിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വയറൊക്കെ കൊണ്ടുവന്ന് വളരെ കൃത്യമായി വൃത്തിയിലൊക്കെ ചെയ്ത് കാണാൻ സാധിക്കും. അതൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വയറൊക്കെ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുക. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളിപ്പം വടകര കോഴിക്കോടൊക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ E5 ഒക്കെ ഇതിൻ്റെ മുകളിലൂടെയൊക്കെ വയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ULCC വളരെ വൃത്തിയിൽ വെടുപ്പിലൊക്കെ ദേശീയപാത നിർമ്മിച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ ഓരോ ഭാഗത്ത് ഗ്യാപ്പ് ഇട്ട് അതിന് ശേഷം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആ പില്ലർ വെച്ചതിന് ശേഷം പിന്നീട് കോൺക്രീറ്റ് ചെയ്തതാണ്.
ഇതാണ് നമ്മളെ ഹൊസങ്കടി ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ച. സോലാപ്പൂർ എന്നൊരാൾ സൈക്കിൾ റൈഡ്. ഫോർ ഓളെയും കൂടി എടുത്താ. ഓക്കെ. സോലാപ്പൂർ നിന്നല്ലേ? സോലാപ്പൂർ മഹാരാഷ്ട്രയിൽ നിന്ന് സൈക്കിൾ റൈഡുമായി ഇറങ്ങിയ ഒരു വനിതയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇപ്പം നമ്മൾ ഉപ്പള ടൗണിൻ്റെ ഭാഗത്താണുള്ളത്. ഉപ്പള ടൗണിൽ ഇവിടെ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. അപ്പം ആ ഒരു ബ്രിഡ്ജിൻ്റെ ഒക്കെ വർക്ക് കംപ്ലീറ്റ് പൂർത്തിയായി. ദേശീയപാത 6 വരിയും ഇവിടെ പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ മുകളിൽ നിന്നുള്ള ഡ്രോൺ ഷൂട്ടിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഉപ്പളം പാലം തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പഴയ പാലം 2 വരിയും പുതിയ പാലം 3 വരിയായിട്ടാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 5 വരിയാണ്. 15 വർഷം മുന്നേ ഉള്ള പാലം മാത്രമാണ് നിലവിലിപ്പം ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള 6 വരി പാതയിൽ നിന്ന് പൊളിച്ചു മാറ്റുന്നത്. അതായത് 15 വർഷത്തിന് ശേഷം നിർമ്മിച്ച പാലങ്ങൾ പൊളിച്ചു മാറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ പാലം ആയതുകൊണ്ടാണ് ഈ ഭാഗത്ത് മാത്രം 5 വരി വരുന്നത്. അതിൻ്റെ ആ 5 വരി വരുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് ഡിവൈഡറിന് കുറച്ച് വീതി കൂട്ടി അവിടെ കുറച്ച് മണ്ണൊക്കെ അടിച്ചുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഭാഗങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉപ്പള പാലത്തിൻ്റെ മുകളിലാണുള്ളത്. ഉപ്പള പാലത്തിൽ നമ്മൾ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഉപ്പളപ്പാലത്തിൻ്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ 3 ട്രാക്കും അതോടൊപ്പം തന്നെ മംഗലാപുരം ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ സൈഡിൽ 2 ട്രാക്കുമായിട്ടാണ് വരുന്നത്. ഉപ്പളപ്പാലം, ഉപ്പള ഗേറ്റ്, ഉപ്പള ടൗണ്, കൈക്കമ്പ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ പാസ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ 6 വരി പാതയുടെയും പൂർണ്ണമായും ടാറിങ്ങുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് മാത്രമാണ് ഇവിടെ നടക്കാൻ ബാക്കിയുള്ളത്. സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 6 വരിയും ദേശീയപാത യാത്രക്കായി തുറന്നു കൊടുത്തൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇടയിൽ മെർജിങ് പോയിൻറ്റും സർവീസ് റോഡിലേക്ക് പോകുന്ന ഒരു മെർജിങ് പോയിൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇവിടെയൊക്കെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഉപ്പള ഗേറ്റ് ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ 6 വരിയും ടാറിങ്ങും കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ ഇനി ഇവിടെ നടക്കാനുള്ള ഏക വർക്ക് എന്ന് വെച്ചാൽ ട്രാക്ക് മാർക്കിങ്ങുള്ള വർക്കാണ് ഇവിടെ നടക്കാൻ ബാക്കിയുള്ളത്. അതേപോലെ തന്നെ കുറച്ച് ഡ്രൈനേജിൻ്റെ ഭാഗത്തുള്ള അവിടെയുള്ള സർവീസ് റോഡിനോട് ചേർന്നുള്ള ചില വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇത്തരത്തിൽ 6 വരി പാതയുടെയും വർക്ക് ഊരാളുകൾ വളരെ വേഗത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരുപാട് അണ്ടർ പാസേജ്, അതേപോലെ തന്നെ ഫുട് ഓവർ ബ്രിഡ്ജ്, പിന്നെ അതേപോലെ ചെറിയ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കാനുള്ള ചെറിയ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ്, പിന്നെ ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള അണ്ടർ പാസേജ് പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇവിടെ ഊരാളുങ്കൽ ഈ ഒരു വർക്കിൽ കാസർഗോഡ് റീച്ചിൽ ഒരുപാട് വരുന്നുണ്ട്. ഇതൊക്കെ ഇവിടെയുള്ള ജനങ്ങൾ പിന്നെ ചില അവസരങ്ങളിലൊക്കെ അവർക്ക് വേണ്ടിടത്തൊക്കെ അവർ സമരം ചെയ്ത് മേടിച്ചതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഊരാളുങ്കൽ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കാസർഗോഡ് ജില്ലയിൽ നമ്മൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാം. അപ്പോൾ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്ന 2 ജില്ലകളാണ്, ഒന്ന് കാസർഗോഡും അതോടൊപ്പം തന്നെ മലപ്പുറവും. ഒരുപക്ഷെ മലപ്പുറം ജില്ലയേക്കാൾ കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഈ പ്രദേശങ്ങൾ തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് റോഡ് നിലവിൽ ഡൈവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സർവീസ് റോഡ് താഴ്ന്നിട്ടും അതോടൊപ്പം തന്നെ ദേശീയപാത ഉയർന്നിട്ടുമാണ് കടന്നു പോകുന്നത്. വിദ്യാനികേതൻ സ്കൂളിൻ്റെയൊക്കെ ഒരു ഭാഗത്താണ് ഈ ഒരു പ്രദേശം വരുന്നത്. ദേശീയപാതയിലെ പുതിയ മാറ്റങ്ങൾ കാരണം ആളുകൾക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പുതിയ ഡെവലപ്മെൻറ്റുകൾ, നല്ല മാറ്റങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സർവീസ് റോഡ് ഈ ഒരു പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഉപ്പള ടൗൺ ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ അണ്ടർ പാസേജ്, ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ഡ്രൈനേജ് സിസ്റ്റം പോലെയുള്ള അല്ലെങ്കിൽ ഒരാളെ ഹൈറ്റിലുള്ള നിർമ്മിക്കുന്ന ആ രീതിയിലുള്ള അണ്ടർ പാസേജ് കാര്യങ്ങളൊക്കെ ചെറിയ അണ്ടർ പാസേജൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കാസർഗോഡ് ജില്ലയിലാണ് ഇത്തരത്തിൽ കൂടുതലായിട്ട് നമുക്ക് അണ്ടർ പാസേജും അതോടെ തന്നെ നമുക്ക്
ഫൂട്ട് ഓവർ ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ ദേശീയപാതയിലെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടും ഇവിടെ വർക്ക് നടക്കാനുള്ളത് സർവീസ് റോഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാന വർക്ക് നടക്കാനുള്ളത് നമ്മുടെ ഫുട്പാത്തിൻ്റെ വർക്കാണ് പ്രധാനമായിട്ട് വർക്ക് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ RE പാനലുകളൊക്കെ, ഈ കാണുന്ന RE പാനലുകളൊക്കെ പെട്ടെന്ന് തന്നെ ഒരാളുകൾ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നിർമ്മിച്ചതാണ്. ഈ ഒരു അപ്രോച്ച് റോഡാണ് ഈ ഒരു ഭാഗമൊക്കെ വരുന്നത്. ഈ അപ്രോച്ച് റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപ്പള ടൗണാണ്. ഉപ്പള ടൗൺ പ്രദേശങ്ങളിൽ എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത്. അതായത് നമ്മൾ കാസർഗോഡ് ടൗണുകളിൽ നമ്മൾ ഒറ്റത്തൂണിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെ 3 വരിപ്പാത നിർമ്മിച്ചിരിക്കുന്നത് 2 തൂണുകളിലായിട്ടാണ്. 3 വരിപ്പാത, അങ്ങനെ 6 വരിപ്പാതക്ക് 4 തൂണുകളായിട്ടാണ് ഇവിടെ ULCC വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ കാസർഗോഡ് ടൗൺ അത്രയും റഷായിട്ടല്ല, കുറച്ചുകൂടി വലിയൊരു ടൗൺ ആയതുകൊണ്ട് പാർക്കിംഗ് സൗകര്യത്തിന് വേണ്ടി കൂടിയിട്ടായിരിക്കാം ഒരു പക്ഷേ അത്തരത്തിൽ നിർമ്മിച്ചത്. എന്തായാലും ഇവിടെയുള്ള പില്ലറുകളും വളരെ ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള പില്ലറും അതോടൊപ്പം തന്നെ വലിയ വിടുത്തില്ലാത്ത പില്ലറും ആയതുകൊണ്ട് നമ്മളെ ഈ ഒരു കുഞ്ഞ് എലിവേറ്റഡ് ഹൈവേയുടെ താഴെയും വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും അവിടെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉപ്പള ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ടെത്തുമ്പോൾ ഇവിടെയൊക്കെ അപ്രോച്ച് റോഡാണ് വരുന്നത്. അപ്രോച്ച് റോഡിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ RE പാനലുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. ഈ ഉപ്പള ടൗണിൽ കുറച്ചുകൂടി ഈ എലിവേറ്റഡ് ഹൈവേ കുറച്ചുകൂടി ലെങ്ത്ത് ആക്കണമെന്നുള്ള അഭിപ്രായങ്ങളും ഇവിടെയുള്ള നാട്ടുകാർ ഉയർത്തിയിരുന്നു. എന്നാലും ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരല്പമെങ്കിലും കുറച്ച് മന്ദഗതിയായിട്ട് വർക്ക് ദേശം പിന്നോട്ട് നിന്നൊരു പ്രദേശമാണ് ഈ ഉപ്പള ടൗണിൻ്റെ ഈ ഒരു പ്രദേശം. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ഉപ്പള ടൗണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് വാളുകളിൽ നിർമ്മിച്ച അപ്രോച്ച് റോഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയും കോൺക്രീറ്റ് വാളുകളുടെ വർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് തന്നെ നടന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ കുറച്ച് ഫുട്പാത്തിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും കുറച്ച് നടക്കാൻ ബാക്കിയുണ്ട്. ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വർക്കുകൾ കുറച്ച് സമരത്തിൻ്റെ കാരണം ഓവർ പാസേജ് വേണം, അണ്ടർ പാസേജ് വേണം, അതേപോലെ തന്നെ മറ്റ് ചെറിയ അണ്ടർ പാസേജ് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ സമരം ചെയ്ത സമയത്ത് കുറച്ച് സമയത്ത് വർക്ക് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമരത്തിന് ശേഷം വീണ്ടും വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമുക്ക് അപ്രോച്ച് റോഡാണ് കാണാൻ സാധിക്കുക. അപ്രോച്ച് റോഡുകളൊക്കെ RE പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ കുറച്ച് റഷ് ഉണ്ട്. നിലവിൽ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടുകയും അതോടൊപ്പം തന്നെ ഈ ക്രാഷ് ബാരിയറുകളൊക്കെ വെച്ചുകൊണ്ട് ഉള്ള സർവീസ് റോഡ് ഒന്നുകൂടി ചെറുതാക്കിയതിന് മുകളിൽ നമ്മൾ RE പാനലുകൾ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ക്രാഷ് ബാരിയർ കുറച്ച് വെച്ചുകൊണ്ട് സർവീസ് റോഡ് ഒന്ന് ഇടുങ്ങിയത് കാരണം ഈ പ്രദേശങ്ങളിലൊക്കെ കുറച്ച് ട്രാഫിക് ബ്ലോക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു അണ്ടർ പാസേജ് ഈ ഭാഗത്തും ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ ഈ ഒരു ഭാഗത്തും ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു അണ്ടർ പാസേജ് തന്നെയാണ്. വലിയൊരു ഇതില്ലെങ്കിലും ഒരു ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജാണ് ഈ ഒരു പ്രദേശത്ത് വരുന്നത്. കാസർഗോഡ് ഊരാളുങ്കലിൻ്റെ ULCCയുടെ ആദ്യ റീച്ചിൽ നമ്മൾ പ്രധാനമായും കടന്നു പോകുന്ന പ്രദേശം ഉപ്പള പാലം, ഉപ്പള ഗേറ്റ്, ഉപ്പള ടൗണ്, കൈക്കമ്പ, നയാ ബസാർ, അതേപോലെ മംഗൽപാടി, ഉക്കർപാലം, ബദിയോട്, മുട്ടയം, സിറിയ, പിന്നെ അതേപോലെ തന്നെ കുന്നിൽ, സിറിയ പാലം, കുമ്പോള്, അരീക്കോട് അണ്ടർ പാസേജ്, കുമ്പളക്കോട്, കുമ്പളപ്പാലം, കുമ്പള ടൗണ് തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ദേശീയപാതയിലൂടെ കടന്നു പോകുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ചില പ്രദേശങ്ങളിൽ അണ്ടർ പാസേജും അതോടൊപ്പം തന്നെ ആളുകൾക്ക് ക്രോസ് ചെയ്യാനുള്ള പാസേജ് സംവിധാനമൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തത് കാരണം ചില പ്രദേശങ്ങളിൽ ദേശീയപാതയുടെ വർക്ക് കുറച്ച് മന്ദഗതിയായി നടന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ദേശീയപാത വളരെ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 6 വരി പാതയുടെ പൂർണ്ണമായും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനിടയിൽ 3 വരി ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള അതിനിടയിലുള്ള ഒരു ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇവിടെ ബാക്കിയുള്ളത്. അതോടൊപ്പം തന്നെ 3 വരി ദേശീയപാത തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഒരു ഓവർ പാസേജ് വരുന്നുണ്ട്. ഈ ഒരു ഓവർ പാസേജിൻ്റെ വർക്കും പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയ ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ദേശീയപാതയിൽ നമ്മളെ ULCCയുടെ ദേശീയപാതയിൽ
ഒരു സോയിൽ നെയിലിംഗ് ചെയ്തൊരു പ്രദേശം ഈ ഭാഗം മാത്രമാണ് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ സാധിച്ചത്. ഈ ഒരു ഓവർ പാസേജ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രദേശത്ത് സോയിൽ നെയിലിങ്ങും അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് വാളും കടന്നു വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ 3 വരിയുടെ താറിങ്ങാണ് നടന്നിട്ടുള്ളത്. അടുത്ത 3 വരിയുടെ താറിങ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ മലയാളി കമ്പനിയായ ഊരാടുങ്കൽ 41 കിലോമീറ്ററാണ് നമ്മൾ 6 വരി ദേശീയപാത നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ടെൻഡർ ലഭിച്ചിരിക്കുന്നത്. അതിനകത്ത് ഏകദേശം 90% മുകളിലും വർക്ക് കംപ്ലീറ്റ് ആയ ഒരു കാഴ്ച തന്നെയാണ്. ജനുവരി മാസത്തോട് കൂടിയിട്ട് 2025 ജനുവരി കഴിയുമ്പോഴൊക്കെ ദേശീയപാതയുടെ പല ഭാഗങ്ങളും തുറന്നു കൊടുക്കാൻ തന്നെയാണ് ULCCയുടെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ ദേശീയപാതയിൽ കാസർഗോഡ് ആദ്യ റീച്ചിൽ പല ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെയും വർക്ക് അന്തിമഘട്ടത്തിലാണ്. 1-2 ഫുട് ഓവർ ബ്രിഡ്ജുകൾ തുറന്നു കൊടുത്താൽ കാണാൻ സാധിക്കും. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഫുട് ഓവർ ബ്രിഡ്ജുകളൊക്കെ ഊരാളുങ്കൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ പൈതൃകമായിട്ട് ചരിത്രപരമായിട്ട് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു പ്രദേശമാണ് കാസർഗോഡ് ജില്ലയിലെ ഈ പ്രദേശങ്ങളൊക്കെ. ഉപ്പളയും അതോടൊപ്പം തന്നെ പിന്നെ കൈക്കമ്പ് പോലെയുള്ള പ്രദേശം. ഉപ്പളയെ സംബന്ധിച്ചിടത്തോളം ഉപ്പളം വളർന്നു വരുന്ന കാസർഗോഡ് ജില്ലയിലെ വളർന്നു വരുന്ന വികസന അല്ലെങ്കിൽ സാമ്പത്തികമായി വളർന്നു വരുന്ന മറ്റൊരു പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. അതേപോലെ കൈക്കമ്പയെ പറ്റി പറയുകയാണെങ്കിൽ കൈക്കമ്പ എന്ന പേര് വിളിപ്പേരായി കിട്ടാനുള്ള പ്രധാന കാരണം ഇവിടെയുള്ള നാട്ടുകാരുടെ ഐക്യത്തിൻ്റെ സൂചകമായിട്ടാണ് കൈക്കമ്പ എന്ന അതിൻ്റെ പേര് വരാനെന്നൊക്കെയാണ് നമുക്ക് പിന്നെ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ മനസ്സിലായത്. അതേപോലെ നയാ ബസാർ നമ്മൾ പിന്നെ പുതിയൊരു പിന്നെ ടൗണായിട്ട് തെളിയിച്ചു. പക്ഷെ അത് എന്താണ് ഹിന്ദി ഭാഷയിലേക്ക് വന്നത് എന്നൊക്കെ അറിയില്ല. അങ്ങനെ കാസർഗോഡ് പല പ്രദേശങ്ങളിൽ ഇപ്പോൾ ചരിത്രപരമായിട്ടുള്ള പ്രത്യേകതകളുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ അങ്ങനെ ചരിത്രപരമായിട്ട് ഇപ്പോൾ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മംഗൽപാടി എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശമുണ്ട്. മംഗൽപാടിയും ഈ മംഗൽപാണ്ഡി എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര ഒരു സേനാനി ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം ഒരു സൈനികനായിരുന്നു. ആ സൈനികനെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ബ്രിട്ടീഷുകാർക്കെതിരെ വെടിയുതിർത്തതിന് പിന്നീട് തൂക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ആ മംഗൽപാണ്ഡ്യയുടെ ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ മംഗൽപാണ്ഡ്യയുടെ ജന്മപ്രദേശമാണോ ഈ പ്രദേശം എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള പേര് കൂടി ഈ ഒരു പ്രദേശത്തിന് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പേര് നൽകാനുള്ള കാരണം ഇതാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പാണ്ഡ്യയുടെ ഒരു ചരിത്രം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു കാസർഗോഡ് ജില്ലയെ പറ്റിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വായിച്ച് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. അപ്പോൾ അതേപോലെയുള്ള മറ്റ് പ്രദേശങ്ങൾ പ്രത്യേകതയൊക്കെയുള്ള ആളുകൾക്ക് അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ അടുത്തത് ഈ 41 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റീച്ച് വരുന്നത് നമ്മുടെ മെഗാ കമ്പനിയുടെ റീച്ചാണ് വരുന്നത്. മെഗാ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഊരാളുങ്കൽ വർക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി മോശം എന്ന് വേണം നമുക്കൊരു പക്ഷേ പറയാവുന്ന പ്രദേശമാണ്. എന്നാൽ കാസർഗോഡ് ജില്ലയിലെ ഈ ഒരു ഊരാളുങ്കലിൻ്റെ വർക്കിൽ ഏറ്റവും കൂടുതൽ പല പ്രദേശങ്ങളിലൊക്കെ സമരം ചെയ്തിട്ട് ആളുകൾ അവരുടെ ആവശ്യങ്ങൾ കുമ്പള പോലെയുള്ള പ്രദേശങ്ങളിൽ കുമ്പള ടൗണ് കുമ്പള പ്രദേശം അതേപോലെ കുമ്പള റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് അവിടെ അണ്ടർ പാസേജ് കുമ്പള ടൗണിൽ അണ്ടർ പാസേജ് വരുന്നതിന് പകരം കുമ്പള റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്താണ് അണ്ടർ പാസേജ് വന്നത് എന്നും അതോടൊപ്പം തന്നെ കുമ്പള ടൗണിൽ മറ്റൊരു അണ്ടർ പാസേജ് വരണമെന്ന് പറഞ്ഞുകൊണ്ടും ആളുകൾ സമരം ചെയ്തിരുന്നു. അവിടെ നല്ല രീതിയിൽ ടേണിംഗ് ഉള്ളൊരു പ്രദേശമായിരുന്നു. അപ്പോൾ അതും ആ സമരം നടന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു സമരത്തിന് ശേഷം അതിന് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. അതേപോലെ മറ്റൊരു പ്രദേശമാണ് കുമ്പളക്കോട്ട എന്ന് പറയുന്ന പ്രദേശം. ബ്രിട്ടീഷുകാരുടെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു കുമ്പളക്കോട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് കുമ്പളക്കോട്ട എന്ന പേര് വരാൻ കാരണം. അതേപോലെ കുമ്പളപ്പാലത്തിൻ്റെ മുകളിൽ നമ്മൾ നിലപ്പോൾ ഉള്ളത്. കുമ്പളപ്പാലത്തിൻ്റെ 3 വരിയുടെ വർക്കൊക്കെ കഴിഞ്ഞു. അടുത്ത 3 വരിയുടെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത്. ഈ പാലവും പൊളിച്ചു നീക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. 15 വർഷത്തിന് മുന്നേയുള്ള പാലമാണെങ്കിൽ അത് പൊളിച്ചു നീക്കുകയും അല്ലാത്ത പാലങ്ങളൊക്കെ നിലനിർത്തുക എന്നതുമാണ് ദേശീയപാത അതോറിറ്റിയുടെ ആ ഒരു ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനം. അപ്പം അത് കഴിഞ്ഞ് കുമ്പളപ്പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുക അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ്. മണ്ണൊക്കെ അടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 3 വരിയും താറിങ് നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെയൊക്കെ നിലവിൽ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡ് നല്ല രീതിയിൽ ഡൈവേർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ യാത്ര ചെയ്തതുപോലെയല്ല നാളെ ദേശീയപാതയിൽ ഒരുപക്ഷെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് റോഡ് ഡൈവേർഷനൊക്കെ നേരത്തെ
മുൻകൂട്ടി കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇന്നലെ പോയ ആ ഒരു റൂട്ടിലൂടെ തന്നെ പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രദേശങ്ങളിലൊക്കെ അപ്രോച്ച് റോഡായിട്ടാണ് വരുന്നത്. അപ്രോച്ച് റോഡിൻ്റെ സൈഡ് വാളുകളൊക്കെ കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളും ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. കുന്നിൽ സിറിയ പാലം, അതേപോലെ കുമ്പോൾ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ അരീക്കോട് അണ്ടർ പാസേജിൻ്റെ അടുത്താണുള്ള അരീക്കാട് അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത്. ഇപ്പോൾ ഇവിടെയൊക്കെ പിന്നെ വർക്കുകളൊക്കെ കഴിഞ്ഞ് അരീക്കാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു പ്രദേശമാണ് അരീക്കാട് അണ്ടർ പാസേജിൻ്റെ ഒരു കാഴ്ചയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അരീക്കാട് അണ്ടർ പാസേജിൻ്റെ ഒക്കെ വർക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അരീക്കാട് അണ്ടർ പാസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്രാഷ് ബാരിയറിൽ RE പാനലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സൈഡ് വാളാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു കാഴ്ചയെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ ദേശീയപാതയുടെ വീഡിയോന് അല്പം കുറച്ച് നമ്മൾ ഈ വീഡിയോന് കുറച്ച് ലെങ്ത്ത് കൂട്ടാൻ കൂടി, കാരണം വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഈ ദേശീയപാതയുടെ അപ്ഡേഷൻ വീഡിയോ നിങ്ങൾക്ക് ഒരു പക്ഷേ പൂർണ്ണമായി നൽകാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോഴേക്കും പുതിയ മാറ്റങ്ങളൊക്കെ ഒരു പക്ഷേ വന്ന് കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി വീഡിയോ അന്നന്ന് ലൈവായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോസുകൾ ഇടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചില വീഡിയോസിനൊക്കെ ലെങ്ത്ത് കൂടുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ പരമാവധി ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ്, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കാത്ത ആളുകൾ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്യാനാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ ദേശീയപാതയുടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ ഊരാളുകളുടെ റീച്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ടായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അടുത്ത പാർട്ടിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട്. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി ഡ്രോൺ ക്യാമറകൾ, ഇതിനകത്ത് നമ്മൾ ഡ്രോൺ ഷൂട്ടുകൾ അധികം ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നമ്മൾ ഒന്നാമത് നല്ല ശക്തമായ വെയിലുള്ള സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രോൺ ഹീറ്റാകുന്ന വിഷയങ്ങളും അതോടൊപ്പം തന്നെ ചാർജൊക്കെ കമ്മിയാകുന്ന വിഷയമുണ്ട്. എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ നല്ല ലെങ്ത് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ എന്നാലും നമ്മൾ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ നമ്മൾ അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ പരമാവധി നിങ്ങളുടെ ഭാഗം സപ്പോർട്ട് ഉണ്ടാവുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ.